നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദി അനുവദിച്ച് തന്ന സത്ത മാനേജ്മെൻറ്റിനോടും അതേപോലെ തന്നെ രാമനുണ്ണി സാറിനോടും. ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ 26 വർഷത്തെ ടൂറിസം ജീവിതവും എൻ്റെ മകളുടെ 9 വർഷത്തെ ജീവിതവും 35 വർഷത്തെ ഞങ്ങളുടെ ടൂറിസം ജീവിതവും ഈ ജീവിതത്തിൻ്റെ ഇന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഈ ഒരു വേദി ആസ്വദിക്കുന്നത്. കഴിഞ്ഞ എഡിഷൻ വുമൻ ടൂറിസം ഫെറ്റിലിറ്റി ഓഫ് കേരളയുടെ ഫസ്റ്റ് എഡിഷൻ ഹിൽ ഡിസ്ട്രിക്റ്റിൽ നടന്നപ്പോൾ 1-2 പ്രശ്നങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അന്നൊരു 18 വയസ്സുകാരി അവളെ ബാപ്പയും എല്ലാവരുടെയും പരാതി ബാപ്പയും മകളാണ് നടത്തുന്നത്. ടൂറിസം ബാപ്പയും മകളാണ്. കേരള ടൂറിസത്തെ ചരിത്രം തൊട്ടിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ മകളും ടൂറിസത്തിൻ്റെ ഭാഗമാണ്. LKGയിൽ നിന്നും തുടങ്ങി സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വിസിറ്റിംഗ് കാർഡിലേക്കാണ് ഇവളെ പ്രസവിച്ചിട്ടുള്ളത്. ആ ഒരു ചരിത്രം ഉള്ളൊരു എൻ്റെ ഉസ്ന മുഹമ്മദ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലേക്ക് നമ്മുടെ ഇവരെ ഏജിലുള്ള ഇത് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി അവളെ കോളേജിൽ പഠിക്കുന്നുണ്ട്, അവളെ ഓഫീസിലുള്ള ആളാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും കുഞ്ഞു കുഞ്ഞു കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുക മാക്സിമം. എന്ന് വെച്ചാൽ വയനാട് ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു വെന്യൂ ഇവിടെ ഇട്ടിട്ടുള്ളത്. ശരിക്കും B2B മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചി ബേസാണ്. ഞങ്ങൾ 3 ആളും അല്ലെങ്കിൽ ഫുൾ ടീം ഞങ്ങൾ കൊച്ചി ബേസാണ് അസോസിയേറ്റ്. ഇങ്ങനൊരു വേദി ഇവിടെ ഇടാനുള്ള കാരണം തന്നെ ഞങ്ങൾ എടുത്ത റിസ്ക്കാണ്. ഇത്രയും ആളുകളെ ഈ ഒരു വയനാട് ജില്ലയിൽ ശനിയാഴ്ച ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ 1500 പേരെ എത്തിക്കുമെന്നാണ് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വെല്ലുവിളി തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള കേരളത്തിലുള്ള ടൂറിസം അസോസിയേഷൻ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിന് മാത്രമാണ് ഉസ്നയെ അംഗീകരിക്കാൻ ഒരു മടി. പ്രത്യേകിച്ച് വയനാട് ജില്ലയിലുള്ള ടൂറിസം ആരാണ് ഇവിടെ ഉള്ളത്? TTPC സെക്രട്ടറി, അങ്ങോട്ട് TTPC പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ ഇവരെന്താണ് ചെയ്യേണ്ടത്? TTPC എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണ് TTPC എന്ന് പറഞ്ഞത് എൻ്റെ അറിവ്. ഈ ഒരു വേദിയിൽ കേരള ടൂറിസത്തിൻ്റെ ആരുമില്ല, TTPCൻ്റെ ആരുമില്ല, വയനാട് ടൂറിസത്തിൻ്റെ ആരുമില്ല. എന്താണത് കാരണം? എന്താ അത് കാരണം? 3 പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ 3 പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഒരാളും ഈ ഒരു സദസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഉസ്ന അത്രയും ആത്മാർത്ഥമായിട്ട് മീഡിയക്കാരോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞതാണ്. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഷൂട്ട് ചെയ്യേണ്ടത്, ഇന്ത്യയിലുള്ള മുഴുവൻ എന്നെ പോലത്തെ പുതിയതായിട്ട് ഈ തലമുറയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഇത് ലോകം അറിയണം. ഇത് കേരളം മാത്രമല്ല, അല്ലെങ്കിൽ മലപ്പുറം ജില്ല മാത്രമല്ല അറിയേണ്ടത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കിവിടെ ആവശ്യമില്ല. ഇത്രയും കാലം എന്നെ എൻ്റെ ബാപ്പ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മീഡിയ വേണം. മീഡിയ മാത്രമാണ് ഇത് അറിയിക്കാനുള്ളത്. കേരള ടൂറിസത്തിൻ്റെ നമ്മുടെ റിയാസ് സാറ് ഉസ്നയ്ക്ക് ബൈറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ കൊടുത്ത് ഇന്നിവിടെ വരാൻ പറ്റൂല എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലാണ് റിയാസ് സാർ ഉള്ളത്, ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് അംഗീകരിച്ച് അത് നല്ല സപ്പോർട്ട് തന്ന് ഇവിടെ കലക്ടറെ നമ്മൾ പോയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, TTPCക്കാർക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും അവർ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയും. 26 വർഷമായിട്ട് ഈ ടൂറിസത്തിലുള്ള ഒരാളെ ഞാൻ. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനല്ലാതെ ഈ ഒരു 19 വയസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ കേരള ടൂറിസം, വയനാട് ടൂറിസം, TTPC ആണ് മുൻപിൽ വരേണ്ടത്. ഇനിയും 7 മണി വരെ സമയമുണ്ട് അവർക്ക് പങ്കെടുക്കാൻ. ഇത്രയൊരു ടൂർ ഓപ്പറേറ്റർമാരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ടൂർ ഓപ്പറേറ്റർമാരെ ഇവിടെ എത്തിച്ചിട്ട് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവരെ പരാജയമാണ്. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല, അവരെ പരാജയമാണ്. TTPCൻ്റെ പരാജയം അല്ലാതെ ഇത്ര കേരളത്തിൻ്റെയും പല ഭാഗത്ത് അമേരിക്കയിൽ നിന്ന് വരെ അവിടെ സ്റ്റോൾ എടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വരെ എത്ര 20 DMCC ഇവിടെ പങ്കെടുത്തിട്ട് ഈ വയനാട് ജില്ലയിലെ TTPC പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാജയം ആർക്കാ? കേരള ടൂറിസത്തിനാണ്, വയനാട് ടൂറിസത്തിനാണ്. ഞങ്ങൾക്കൊന്നല്ല. ഞങ്ങൾ കേരളത്തിൽ ഒരു 50,000-ഓളം ഓപ്പറേറ്റർമാർ ശക്തമായിട്ട് ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഞങ്ങൾ ആർക്കും ഒരു ഗവൺമെൻറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ KTDC ഉണ്ട്, MKT ഉണ്ട്, AKTP ഉണ്ട്, WTA ഉണ്ട്, വയനാട് ടൂറിസം പ്രൊമോഷൻ ക്ലബ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാത്തൊരു ടൂറിസമാണ് ഞങ്ങളത്. ഏത് ഗവൺമെൻറ് വന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും സപ്പോർട്ട്, ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഉപദ്രവിക്കും. അതിലൊരു സംശയം വേണ്ട. എന്താണ് ടൂറിസം എന്ന് പറഞ്ഞത്? ടൂർ ഓപ്പറേറ്റർമാരാണ്.
അവരായിട്ടാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. ഈ മിനിസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ഓരോ ആളുകളും കൺസൾട്ട് ചെയ്യേണ്ടത് ആരാണ്? മനോജ് വിജയനെ പോലെ ആളുകളായിട്ടൊക്കെയാണ് എന്താണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകേണ്ടതെന്ന് ചെയ്യേണ്ടത്. ഇവിടെ ആരായിട്ടാണ് ഇവർക്ക് ഈ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നത്? എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. മനോജൻ വിജയൻ എത്ര പേരുള്ള അസോസിയേഷൻ, അങ്ങനെ ഓരോ അസോസിയേഷൻ്റെ ഭാരവാഹികളെ വിളിച്ചിരുത്തി കേരള ടൂറിസവും വയനാട് ടൂറിസവും അല്ലെങ്കിൽ TTPC ആണ് ഇത് എടുക്കേണ്ടത്. അല്ല, അങ്ങനെ തന്നെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്കിത് തുറന്ന് പറയാം. ഇന്ന് ഈ വേദി ഞാനത് തുറന്ന് പറയാൻ ഉപയോഗിക്കുകയാണ്. അത്രമാത്രം ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നിലും TTPCൻ്റെ പിന്നിലും നടന്നിട്ടുണ്ട്. ഇന്ന് ഈ വേദി, ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ട്. ഒരാളെ സഹായം വേണ്ട. ഗവൺമെൻറ് നമ്മളെ ഇനി ഞങ്ങൾ കണ്ണ് തുറക്കണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. മകൾക്ക് വേണ്ടിയിട്ടല്ല, 4ാം ക്ലാസ്സിൽ നിന്ന് ഈ മേഖലയിലേക്ക് കടന്ന് വന്നിട്ടുള്ള അതേപോലെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ നഷ്ടം കേരള ടൂറിസത്തിനാണ്, അല്ലെങ്കിൽ വയനാട് ടൂറിസത്തിനാണ്, TTPCക്കാണ്. ഓക്കെ, താങ്ക് യു.